കോവിഡിൻ്റെ കാര്യത്തിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് കാര്യത്തിലും പ്രത്യേകതയുള്ള ദിവസമാണ്. അത് രോഗം സ്ഥിരീകരിച്ചവരുടെ കാര്യത്തിൽ, രോഗമുക്തി നേടിയവരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 1420. രോഗമുക്തി നേടിയവരുടെ എണ്ണം 1715. അപ്പോൾ കോവിഡ് മൂലമുള്ള 4 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ഉപ്പള സ്വദേശി 41 വയസ്സുള്ള വിനോദ് കുമാർ, കോഴിക്കോട് വെള്ളികുളങ്ങരയിലെ 63 വയസ്സുള്ള സുലൈഖ, കൊല്ലത്ത് കിളിക്കൊല്ലൂരിലെ 60 വയസ്സുള്ള ചെല്ലപ്പൻ, ആലപ്പുഴ പാണാവള്ളിയിലെ 84 വയസ്സുള്ള പുരുഷോത്തമൻ. ഇവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. കാലവർഷക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. ഇടുക്കി രാജമലയിലെ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. 26 മരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ 15 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് 11 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിഞ്ഞത് രാജ, വിജില 47 വയസ്സ്, കുട്ടിരാജ് 48 വയസ്സ്, പവൻതായി, മണികണ്ഠൻ 30 വയസ്സ്, ദീപക് 18 വയസ്സ്, ഷൺമുഖ അയ്യർ 58 വയസ്സ്, പ്രഭു 55 വയസ്സ്. കരിപ്പൂരിൽ വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ എണ്ണം 18. അപ്പോൾ ഒരേ സമയത്ത് വ്യത്യസ്ത ദുരന്തങ്ങളാണ് നാം അഭിമുഖീകരിക്കുന്നത്. ഇവരുടെയെല്ലാം നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1216 പേരാണ്. അതിൽ ഉറവിടം അറിയാത്തത് 92 പേര്, വിദേശത്ത് നിന്ന് വന്നവർ 60 പേര്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 108 പേര്, ഹെൽത്ത് വർക്കർമാർ 30 പേരുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനകം നടത്തിയ പരിശോധന 27,714. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 485 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അതിൽ 435 പേർക്ക് സമ്പർക്കം മൂലമാണ്. 33 പേര് രോഗത്തിൻ്റെ ഉറവിടം വ്യക്തമായിട്ടില്ല. 7 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ രോഗബാധ നിയന്ത്രിച്ച് നിർത്താൻ സംസ്ഥാന തലസ്ഥാനത്ത് ശക്തമായ ഇടപെടൽ തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇന്ന് 777 പേരുടെ റിസൾട്ട് തിരുവനന്തപുരത്ത് നെഗറ്റീവായിട്ടുണ്ട്. മറ്റ് ജില്ലകളിലെ പോസിറ്റീവായവരുടെ കണക്കെടുത്താൽ കോഴിക്കോട് 173, ആലപ്പുഴ 169, മലപ്പുറം 114, എറണാകുളം 101, കാസർഗോഡ് 73, തൃശ്ശൂർ 64, കണ്ണൂർ 57, കൊല്ലം 41, ഇടുക്കി 41, പാലക്കാട് 39,
പത്തനംതിട്ട 38, കോട്ടയം 15, വയനാട് 10. രാജമലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഹൃദയഭേദകമായ രംഗങ്ങളാണ് അവിടെയുള്ളത്. ഒറ്റയടിക്ക് ഇല്ലാതായിപ്പോയവരുടെ മൃതദേഹങ്ങൾ ഒന്നിച്ച് സംസ്കരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ അതിവേഗം നടത്തുന്നുണ്ട്. മരണമടഞ്ഞവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകും. ഇന്നലെ പ്രഖ്യാപിച്ചതാണ് മരണമടഞ്ഞവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം അടിയന്തരാശ്വാസം നൽകുമെന്നുള്ളത്. അതേപോലെ തന്നെ ആവശ്യമായ എല്ലാ ചികിത്സയും സർക്കാർ ചെലവിൽ നടത്തും. പ്രകൃതി ദുരന്തത്തിൽ സർവ്വവും നഷ്ടപ്പെട്ടു പോയവരാണ് ഇവർ. അവരെ സംരക്ഷിക്കാനും ആ കുടുംബങ്ങൾക്ക് തുറന്നുള്ള ജീവിതത്തിൽ അത്താണിയാകാനും സർക്കാർ ഒപ്പമുണ്ടാകും. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, വൈദ്യമന്ത്രി എം മണി എന്നിവരവിടെ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. 78 പേരാണ് ദുരന്തത്തിൽപ്പെട്ടത്. 12 പേരെ രക്ഷപ്പെടുത്താനായി. 26 പേരുടെ മൃതദേഹം കണ്ടെത്തി. ബാക്കിയുള്ളവരെ കണ്ടെത്താനുള്ള കഠിന ശ്രമം തുടരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കാവശ്യമായ സംവിധാനങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. പെട്ടിമുടിയിൽ രക്ഷാപ്രവർത്തനവും തെരച്ചിലും രാവിലെ തന്നെ പുനരാരംഭിച്ചു. NDRFൻ്റെ 2 ടീമുകളാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പോലീസ്, ഫയർഫോഴ്സ് സേനാംഗങ്ങളും തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുമുണ്ട്. ഇവരുടേതെല്ലാം സ്തുത്യർഹമായ സേവനമാണ്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് വെള്ളമൊഴുക്ക് നിലനിൽക്കുന്നതിനാൽ ചതുപ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നു. രാജമലയിൽ നിന്നും പെട്ടിമുടിയിലേക്കുള്ള പാതയിൽ പലയിടത്തും മണ്ണിടിഞ്ഞ് മരങ്ങൾ കടപുഴകി കിടക്കുകയാണ്. വലിയ വാഹനങ്ങൾ ദുരന്തമുഖത്ത് എത്തിക്കുന്നതിന് ഇത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലാകെ വ്യാപകമായ നാശം വിധിച്ചിരിക്കുന്നു. ചപ്പാത്ത് വണ്ടിപ്പെരിയാറിൽ പെരിയാറിന് കുറുകെയുള്ള ശാന്തിപ്പാലം ഒലിച്ചുപോയി. വണ്ടൻമേട് പഞ്ചായത്തിലെ ശാസ്താനടയിൽ 2 ഉരുൾപൊട്ടി. 20 ഏക്കറോളം കൃഷിയാണ് നശിച്ചത്. 10 വീടുകൾ തകർന്നു. കട്ടപ്പനയാറിൻ്റെ ഉത്ഭവകേന്ദ്രമായ ചെകുത്താൻ മലയിൽ 4 ഉരുൾപൊട്ടി. വൻതോതിൽ ഏലക്കൃഷി നശിച്ചു. കിഴക്കേ മാട്ടുക്കട്ടയിൽ 10 ഏക്കറോളം കൃഷി ഒലിച്ചുപോയി. തേക്കടി കൊച്ചി സംസ്ഥാന പാതയിലെ നിരപ്പേൽക്കട കൊച്ചുപാലത്തിൻ്റെ പകുതിയോളം ഒലിച്ചുപോയിട്ടുണ്ട്. ജില്ലയിൽ 4 താലൂക്കുകളിലായി ഇതുവരെ 21 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. 580ഓളം ആളുകൾ ഇവിടങ്ങളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. കരിപ്പൂർ വിമാനാപകട സ്ഥലവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയും ബഹുമാനപ്പെട്ട ഗവർണർക്കും സ്പീക്കർക്കും സഹമന്ത്രിമാർക്കും ഒപ്പം സന്ദർശിച്ചു. കോഴിക്കോട് പരിക്കുപറ്റി കിടക്കുന്ന
ആശുപത്രികൾ, ആ ആശുപത്രികളിലെല്ലാം മന്ത്രിമാർ സന്ദർശിക്കുകയും ചെയ്തു. അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പരിക്കേറ്റ എല്ലാവരുടെയും ചികിത്സാ ചെലവ് സർക്കാർ തന്നെ വഹിക്കും. സിവിൽ ഏവിയേഷൻ മന്ത്രാലയവും മറ്റ് കേന്ദ്ര സർക്കാർ ഏജൻസികളും വിമാനയാത്രക്കാർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് സാധ്യമായ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുക, ഇതാണിപ്പോൾ അടിയന്തര ചുമതല. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 16 ആശുപത്രികളിലായി രക്ഷപ്പെടുത്തിയവരുടെ ചികിത്സ ജില്ലാ അതോറിറ്റി ഏകോപിപ്പിക്കുന്നുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന 190 പേരിൽ 184 യാത്രക്കാരും 6 പേർ ക്രൂ അംഗങ്ങളുമാണ്. മരിച്ച 18 പേരിൽ 14 പേർ മുതിർന്നവരും 4 കുട്ടികളുമാണ്. മരണമടഞ്ഞവരുടെ പേരുവിവരം: മലപ്പുറം സ്വദേശികളായ ഷഹീർ സയ്യിദ് 38 വയസ്സ്, ലൈലാബി കെ വി 51 വയസ്സ്, ശാന്ത മരക്കാട്ട് 59 വയസ്സ്, സുധീർ വാര്യത്ത് 45 വയസ്സ്, ഷസ ഫാത്തിമ 2 വയസ്സ്, പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് റിയാസ് വി പി 24 വയസ്സ്, ആയിഷ ദുവ 2 വയസ്സ്, കോഴിക്കോട് സ്വദേശികളായ രാജീവൻ ചെരക്കാപ്പറമ്പിൽ 61 വയസ്സ്, മനാൽ അഹമ്മദ് 25 വയസ്സ്, ഷറഫുദ്ദീൻ 35 വയസ്സ്, ജാനകി കുന്നോത്ത് 55 വയസ്സ്, അസം മുഹമ്മദ് ചെമ്പായി 1 വയസ്സ്, രമ്യ മുരളീധരൻ 32 വയസ്സ്, ശിവാത്മിക 5 വയസ്സ്, ഷെനോബിയ 40 വയസ്സ്, ഷാഹിറ ബാനു 29 വയസ്സ്. ഇവരെ കൂടാതെ കേരള വിമാനത്തിൻ്റെ പൈലറ്റ് ദീപക് വസന്ത് സാത്തെ, സഹ പൈലറ്റ് അഖിലേഷ് കുമാർ, ഇവരെല്ലാം മരണപ്പെട്ടു പോയിരിക്കുകയാണ്. 149 യാത്രക്കാർ ആശുപത്രിയിലുണ്ട്. അതിൽ 23 പേർക്ക് ഗുരുതര പരിക്കുകളുണ്ട്. ഇതുവരെ 23 യാത്രക്കാരെ ഡിസ്ചാർജ് ചെയ്തു. തമിഴ്നാട്, തെലങ്കാന സ്വദേശികളായ യാത്രക്കാരുമുണ്ട്. കോവിഡ് ഭീഷണി ഉണ്ടായിരുന്നിട്ടും പോസ്റ്റ്മോർട്ടം പ്രക്രിയ ത്വരിതപ്പെടുത്തി. മരണപ്പെട്ടവർ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടവരെയെല്ലാം കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും. മരിച്ചവരിൽ ഒരാൾക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. അപകടം നടന്ന ഉടൻ തന്നെ പ്രദേശവാസികളുടെയും ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ, CISF, ആരോഗ്യവകുപ്പ്, ട്രോമ കെയർ വളണ്ടിയർമാരുടെയും സഹായത്തോടെ അപകടത്തിൽപ്പെട്ടവരെ വിവിധ ആശുപത്രികളിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി. തദ്ദേശഭരണ മന്ത്രി AC മൊയ്തീൻ, മലപ്പുറം, കോഴിക്കോട് ജില്ലാ കലക്ടർമാർ ഇവരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായി നേതൃത്വം നൽകിയത്. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിക്കുന്നതിനായി ആംബുലൻസുകളും ടാക്സി, സ്വകാര്യ വാഹനങ്ങളും സജീവമായി രംഗത്തിറങ്ങി. അപകടത്തിൽപ്പെട്ടവർക്ക് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വിവിധ ആശുപത്രികളിലാണ് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയിരിക്കുന്നത്. വിമാന അപകടം സംഭവിച്ചപ്പോൾ തന്നെ സമീപം താമസിക്കുന്ന പൊതുജനങ്ങൾ, പൊതുപ്രവർത്തകർ ഇവരെല്ലാം സ്തുത്യർഹമായ ഇടപെടലാണ് നടത്തിയത്.
രക്ഷാപ്രവർത്തനം അത്ഭുതകരമായ വേഗത്തിലാണ് പൂർത്തിയാക്കിയത്. ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ട എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർക്ക് എളുപ്പം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മഴ വ്യാപകമായ സാഹചര്യത്തിൽ മഴ ക്യാമ്പുകളിലായി 3530 കുടുംബങ്ങളെയാണ് സംസ്ഥാനത്ത് മാറ്റിപ്പാർപ്പിച്ചത്. ഈ 3530 കുടുംബങ്ങൾ മൊത്തം 11,446 പേര് ക്യാമ്പുകളിലുണ്ട്. ഏറ്റവും കൂടുതൽ ക്യാമ്പ് വയനാട് ജില്ലയിലാണ്. 69 ക്യാമ്പുകളിലായി 3795 പേരാണ് അവിടെയുള്ളത്. ഈ 3795 പേരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. 43 ക്യാമ്പുകളിലായി 1015 പേര് പത്തനംതിട്ടയിൽ, കോട്ടയത്ത് 38 ക്യാമ്പുകളിലായി 801 ആളുകളെ, എറണാകുളത്ത് 30 ക്യാമ്പുകളിലായി 852 പേര്, ഇടുക്കിയിൽ 17 ക്യാമ്പുകളിലായി 542 പേര്, മലപ്പുറത്ത് 18 ക്യാമ്പുകളിലായി 890 പേര്. ഇതെല്ലാം മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാർ റിസർവോയറിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയിൽ ജലനിരപ്പ് വളരെ വേഗം ഉയരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മുല്ലപ്പെരിയാറിലും തേക്കടിയിലും പെയ്തത് യഥാക്രമം 198.4 മില്ലിമീറ്ററും 157.2 മില്ലിമീറ്ററും മഴയാണ്. ഈ സമയത്തിനുള്ളിൽ 7 അടിയാണ് ജലനിരപ്പ് ഉയർന്നത്. അതിനിയും ഉയരാനാണ് സാധ്യത. 136 അടി എത്തുന്ന ഘട്ടത്തിൽ മുല്ലപ്പെരിയാറിലെ ജലം ടണൽ വഴി വൈഗേ ഡാമിലേക്ക് എത്തിക്കുക, പതുക്കെ പുറത്തേക്ക് ഒഴുക്കി വിടുക. ഇത്തരമൊരു നിർദ്ദേശം തമിഴ്നാട് സർക്കാർ നൽകണമെന്ന് തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് ബേസിനിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിയിരിക്കുകയാണ്. ഇത് കാരണം പെരിങ്ങൽകുത്ത് റിസർവോയറിലെ ഷട്ടറുകൾ തുറന്നു. പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് റെഡ് അലേർട്ട് ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. പറമ്പിക്കുളം ആളിയാർ പ്രോജക്റ്റിലെ അണക്കെട്ടുകൾ തുറക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ എഞ്ചിനീയർമാരുമായി ബന്ധപ്പെടണമെന്നും വെള്ളപ്പൊക്കത്തിൻ്റെ തീവ്രതയും ജലത്തിൻ്റെ ഒഴുക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറണമെന്നും തമിഴ്നാട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ ഡാമിൻ്റെ 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പേപ്പാറ ഡാമും പരിമിതമായി തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴയിൽ 182 വീടുകൾ ഭാഗികമായി, 37 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 5348 ഹെക്ടർ കൃഷിനാശം സംഭവിച്ചു. വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കണ്ട്
കൊല്ലത്തു നിന്നും മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിനായി പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടു. 10 വള്ളങ്ങൾ കയറ്റിയ ലോറികളിൽ 20 മത്സ്യത്തൊഴിലാളികളാണ് കൊല്ലം ഹാർബറിൽ നിന്നും തിരിച്ചത്. പമ്പ ഡാം തുറക്കാൻ സാധ്യതയുണ്ട്. പമ്പ ജലസംഭരണിയുടെ പരമാവധി ജലനിരപ്പ് 986.33 മീറ്ററും നീല അലേർട്ട് ലെവൽ 982 മീറ്ററും ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ 51 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. KSEBിയുടെ കീഴിലുള്ള മൂഴിയാർ ഡാമിൻ്റെയും ജലസേന വകുപ്പിൻ്റെ കീഴിലുള്ള മണിയാർ സംഭരണിയുടെയും സ്പിൽവേകൾ തുറന്നിട്ടുണ്ട്. മൂഴിയാർ കക്കി റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. വെള്ളം കയറാൻ സാധ്യതയുള്ള CFLTCകളിലെ കോവിഡ് രോഗികളെ മറ്റ് CFLTCകളിലേക്ക് മാറ്റാനുള്ള നടപടികൾ അംഗീകരിച്ചു. പമ്പാ നദിയുടെ കൈവഴികളിലൂടെ തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകി. ചാലക്കുടി താലൂക്കിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. 139 പേരാണ് നിലവിൽ അവിടെ താമസിക്കുന്നത്. പാലക്കാട് ഇതുവരെ കാഞ്ഞിരപ്പുഴ, മംഗലം എന്നിങ്ങനെ 2 ഡാമുകളാണ് തുറന്നത്. വാളയാർ ഡാം തുറക്കുന്നതിനുള്ള മുന്നറിയിപ്പ് നൽകി. 14 പ്രശ്നസാധ്യത മേഖലകളാണ് ജില്ലയിൽ കണ്ടെത്തിയത്. വാളയാർ ഡാം തുറക്കുന്നതിനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മേഖലകളിലെ മണ്ണിടിച്ചിൽ 327 കുടുംബങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. നിലമ്പൂർ മുതൽ നാടുകാണി വരെയുള്ള ഗതാഗതം രാത്രി 8 മുതൽ രാവിലെ 6 വരെ പൂർണ്ണമായും നിരോധിച്ചു. പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ 209 ബോട്ടുകൾ നേരത്തെ എത്തിച്ചിട്ടുണ്ട്. 9 പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തകരെ വിന്യസിച്ചു. വയനാട് ജില്ലയിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. 77 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 1154 കുടുംബങ്ങളിലായി 4072 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇവരിൽ 2235 പേർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. മഴ തുടരുകയാണെങ്കിൽ ബാണാസുര ഡാം ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടാകും. അതിശക്തമായ മഴയുണ്ടായാൽ പനമരം പുഴയിൽ ഉണ്ടാകാനിടയുള്ള പ്രളയം ഒഴിവാക്കാൻ കാരാപ്പുഴ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തുവിടേണ്ടി വരും. കണ്ണൂർ ജില്ലയിൽ പ്രധാന നദികളിലെല്ലാം ജലനിരപ്പ് അപകടകരമായ വിധം ഉയർന്നിട്ടുണ്ട്. വളപട്ടണം, മയ്യിൽ, ശ്രീകണ്ഠപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി ബോട്ടുകൾ സജ്ജമാക്കി. ജില്ലയിലെ എല്ലാ ചെങ്കൽ കരിങ്കൽ ക്വാറികളുടെയും പ്രവർത്തനം ഓഗസ്റ്റ് 14 വരെ വിലക്കി. കാസർഗോഡ് കൊന്നക്കാട് വനത്തിനകത്ത് മണ്ണിടിച്ചിലുണ്ടായി. ആളപായമില്ല. ചൈത്രവാഹിനി പുഴ കരകവിഞ്ഞു. കാലിക്കടവ്, കുന്നുംകൈ റോട്ടിലും പെരുമ്പട്ടയിലും വെള്ളം കയറി. കാര്യങ്കോട് പുഴയിൽ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്.
വയനാട് ജില്ലയിലെ തൊണ്ടർനാട് ക്ലസ്റ്ററിൽ കോവിഡ് നിയന്ത്രണ വിധേയമായി. അത്തരമൊരു പശ്ചാത്തലത്തിലും കാലവർഷം ശക്തമായ സാഹചര്യത്തിലും കുറ്റ്യാടി ചുരം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു ചുരത്തിലൂടെയും രാത്രി യാത്ര അനുവദിക്കില്ല. അപകട സാധ്യത നിലനിൽക്കുന്നതിനാലാണ് വൈകിട്ട് 7 മുതൽ രാവിലെ 6 വരെ ഗതാഗത നിരോധനം ഉള്ളത്. മഴയുടെ കാര്യത്തിൽ അടുത്ത ദിവസങ്ങളിലും അതിതീവ്ര മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അതിൻ്റെ സാധ്യതയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുജനങ്ങളോടും സർക്കാർ സംവിധാനങ്ങളോടും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഇതിനെല്ലാം സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും അതീവ ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി ഇത്രയും ജില്ലകളാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. നാളെ ഇടുക്കി, മലപ്പുറം, വയനാട് ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 204.5 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിതീവ്ര മഴ അപകട സാധ്യത വർദ്ധിപ്പിക്കും. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കാസർഗോഡ് ഇത്രയും ജില്ലകളാണ്. നാളേക്ക് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് കൂടി പറയുന്നുണ്ട്. മറ്റന്നാൾ മലപ്പുറവും കണ്ണൂറും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമോ അതിശക്തമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിലെല്ലാം പ്രവചിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.